സിനിമയിൽ നായകൻ എന്ന് പറഞ്ഞാൽ സുന്ദരനായിരിക്കണം, വില്ലൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയപ്പെടുത്തുന്ന മുഖമായിരിക്കണം. ഇത്തരം ചിന്താഗതികളെ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് 94 കാശ്മീരം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് വന്ന ഒരു പ്രതിനായകൻ അല്ലെങ്കിൽ സുന്ദരനായ ഒരു വില്ലൻ, അങ്ങനെ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ അതിഥിയെ വെൽക്കം ചെയ്യാണ്. സർ മധുപാൽ സർ, വെൽക്കം ടു CPX ടോക്ക്. ഓക്കെ, ഞാനൊക്കെ സത്യം പറഞ്ഞാൽ സിനിമ എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ സിനിമയുടെ എല്ലാ മേഖലകളിലും ഏതാണ്ട് കൈവച്ച ഒരാളാണ് സാർ. അപ്പോൾ ഇപ്പോഴത്തെ വിശേഷം അന്വേഷിപ്പിൻ കണ്ടെത്തുകയാണ്. നിറഞ്ഞ സദസ്സുകളിൽ നല്ല രീതിയിൽ നല്ല റിവ്യൂ വന്നുകൊണ്ട് സിനിമ മുന്നോട്ട് പോയിരിക്കും. ഇത് കേൾക്കുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ഫീൽ? ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു സിനിമ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടുകൊണ്ട് അവരെ രസിപ്പിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത്. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടതാണ്. അപ്പോൾ ഉണ്ടായൊരു ഗുണം എന്ന് പറയുന്നത്, ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നൊരു സിനിമ കാണുമ്പോൾ ആ ഓഡിയൻസ് പടം കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അതുണ്ടാക്കുന്നൊരു സന്തോഷമുണ്ടല്ലോ. മുമ്പ് ഒരിക്കൽ ഒരു സിനിമ ജനത്തിന് ഇഷ്ടപ്പെട്ടാൽ അവരത് അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതേപോലെ തന്നെ റിയാക്ട് ചെയ്തതാണ്. ഞാൻ അഭിനയിച്ചിട്ടില്ലാത്തൊരു സിനിമ കാണാൻ പോയിട്ട് അതിൻ്റെ ചീത്തവിളി മുഴുവൻ കേട്ടിട്ടുള്ള ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അഭിനയിച്ച സിനിമ ഏറ്റവും നന്നായിട്ട് ആളുകൾ കാണുന്നു, അവരതിനെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ പത്മനാഭയിലായിരുന്നു, തിരുവനന്തപുരത്ത് പത്മനാഭയിലായിരുന്നു സിനിമ കാണുന്നത്. പത്മനാഭയിലായിരുന്നു എൻ്റെ വാർദ്ധക്യപുരാണം എന്ന് പറയുന്ന സിനിമ വന്നിട്ടുള്ളത്. അന്ന് ആ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഓഡിയൻസ്, കാരണം അതിൽ പക്ക നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്, കാശ്മീരം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സിനിമ. അപ്പോൾ ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് ആ സിനിമയിൽ അഭിനയിച്ചൊരു നടൻ ഫ്രണ്ട് അപ്പഹാജ പറഞ്ഞു, നീ പുറത്ത് നിൽക്കണ്ട, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചീത്ത വിളിക്കും, നീ വേഗം ഒതുങ്ങി ഒരു ഭാഗത്തേക്ക് നിൽക്ക് എന്ന് പറഞ്ഞ് മാറ്റിന് കഴിഞ്ഞ് പശു കയറാൻ ഞാൻ പോകുന്നു, അയാൾ മാറ്റിന് കഴിഞ്ഞ് ഇറങ്ങുന്നു. ഈ സമയത്ത് ഓഡിയൻസ് ഇറങ്ങി വന്നിട്ട് എന്നോട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. അവർ ഒരിക്കലും എന്നോട് ചീത്ത വിളിക്കല്ല ചെയ്തത്. ആദ്യം ഭയങ്കര ദേഷ്യത്തോടുകൂടി ആദ്യം പറഞ്ഞിട്ട് നമ്മളൊരു പക്ഷെ നന്നായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന സാധനം എൻ്റെ രണ്ടാമത്തെ സിനിമ. ആ രീതിയിൽ ജനം അപ്രീഷിയേറ്റ് ചെയ്ത സിനിമയാണ്. അതേപോലെ തന്നെയായിരുന്നു ഞാൻ ഈ പത്മനാഭയുടെ തന്നെയായിരുന്നു ഈ സിനിമ ഞാൻ കാണുന്നത്. ഇത് കഴിഞ്ഞിറങ്ങുമ്പോഴും ഞാൻ അന്ന് സിനിമ കഴിഞ്ഞ് വാർദ്ധക്യപുരാണം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ ഞാൻ അനുഭവിച്ചൊരു സന്തോഷമുണ്ട്. ഇത് ഞാൻ കാണുന്നതിന് മുമ്പ് ജനം എന്നോട് പറഞ്ഞതും ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനുണ്ട്. ഇത് രണ്ടും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമ ജനത്തിന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അവർ വളരെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി അത് ആഘോഷമാക്കി മാറ്റും. അന്വേഷിപ്പിൻ കണ്ടെത്തും ഒരർത്ഥത്തിൽ മലയാള സിനിമയിലെ ഒരു ആഘോഷം തന്നെയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഓരോ തിയേറ്ററിൽ നിന്നും നമ്മളോട് വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആ തിയേറ്ററിലെ ഓണേഴ്സ്, തിയേറ്ററിലെ സ്റ്റാഫ്, ഒപ്പം തന്നെ അത് കണ്ടിറങ്ങിയിട്ടുള്ള പല ആളുകളും നമ്മളോട്, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിലും എന്നോട് രണ്ടുപേര്, ഞാൻ നമ്മുടെ റെസ്റ്റോറൻറ്റിലുള്ള കക്ഷികൾ എന്നോട് പറഞ്ഞത്, സാർ അന്വേഷിപ്പിൻ കണ്ടെത്തും കണ്ടിട്ടോ, നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ടെന്നോ. ഇത് കേൾക്കുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ക്രൈം ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന്, ക്രൈം സ്റ്റോറീസ് വായിക്കുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിരുന്നു. അങ്ങനെ ഒരു ഓഡിയൻസ് ആയി നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയെ എങ്ങനെയായിരിക്കും കാണാം? ഞാൻ ആസ് ആൻ ഓഡിയനായിട്ടാണ് ഞാൻ സിനിമ കാണുന്നത്. കാരണം ഞാൻ വർക്ക് ചെയ്തു എന്ന് പറയുന്ന ഇത് അതവിടെ തീർന്നു. എൻ്റെ പണി ഡബിങ്ങോടുകൂടി എൻ്റെ പണി തീർന്നു. പിന്നെ ഞാൻ ഓഡിയനാണ്. ഞാൻ ഓഡിയനായിട്ടാണ് തിയേറ്ററിൽ പോയിരിക്കുന്നത്. ഓഡിയനായിട്ടാണ് ഞാൻ എല്ലാ സിനിമയും, റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ് ഞാൻ. എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ്. കാരണം ഒരു സിനിമ പോലും ഞാൻ വിടാറില്ല. അത് എങ്ങനെയെങ്കിലും ഇപ്പോൾ നമ്മളുള്ള തിയേറ്ററിലില്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിയേറ്ററിൽ ഉണ്ടെങ്കിൽ പോയിട്ട് ആ സിനിമ ഇവിടുന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ അടുത്തൊരു സ്ഥലത്ത് പടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി സിനിമ കാണുന്ന ഒരാളാണ്. അപ്പോൾ അത് വേറൊന്നുണ്ട്. എനിക്ക് സിനിമ എൻ്റെ ഒരു നമ്മളൊരു ഭക്ഷണമാണെന്ന് പറയുന്നത്, നമ്മൾ വയ്ക്കുന്ന ശ്വാസമാണ്, ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സിനിമയും ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ആഴ്ചകളിലും കഴിഞ്ഞ ആഴ്ചകളിലും ഒക്കെ ഇറങ്ങി എല്ലാ സിനിമകളും കണ്ട ഒരാളാണ് ഞാൻ. അത് തമിഴ്, തെലുങ്ക് ഭാഷയെ ഭേദമില്ലാതെ സിനിമ കാണുന്ന ഒരാളാണ് കൂടിയാണ് ഞാൻ. അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ തന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പം അതുണ്ടാക്കുന്നൊരു ഗുണം എന്ന് പറഞ്ഞാൽ
നമുക്ക് ഡിഫറെൻ്റായ ആംഗിൾ, ഡിഫറെൻ്റായ പെർസെപ്ഷൻസ്, ഡിഫറെൻ്റായ ലെവലിൽ ഒരു സിനിമ വരുന്നുണ്ട്. അത് നമ്മൾ കാണുന്നു. ക്രൈം എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് അവസാന മിനിറ്റ് വരെയും അതിൻ്റെ ഹൂഡർണിറ്റാണ്, ആര് ചെയ്തു എന്നറിയാനുള്ള ഒരു ആങ്സൈറ്റി ഉണ്ട്. ആ ആങ്സൈറ്റി അവസാന മിനിറ്റ് വരെയും കൊണ്ട് നിർത്തുമ്പോഴാണ് ആ സിനിമ സക്സസ് ആവുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള പല ഈ ഹൂഡർണിറ്റ് സിനിമകളും ഈ രീതിയിൽ തന്നെയുള്ള സിനിമകളാണ്. കാരണം ലാസ്റ്റ് മിനിറ്റിൽ ആരാ ഇത് ചെയ്തത് എന്നറിയാനുള്ളൊരു ആങ്സൈറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആണ്. ഈ അന്വേഷിപ്പിൻ ഘട്ടത്തിലും ഉണ്ടാകുന്നൊരു ഒരു ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് അവസാന ട്വിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഈ ഓഡിയൻ എപ്പോഴും എന്താ പറയുക, ഓഡിയൻ സിനിമയ്ക്ക് മുമ്പേ സഞ്ചരിക്കും. കാരണം അവൻ കണ്ട് ശീലങ്ങളുണ്ട് അവന്. അപ്പോൾ അവൻ സിനിമയ്ക്ക് മുമ്പേ അവൻ സഞ്ചരിക്കും. അതിങ്ങനെയായിരിക്കും, അങ്ങനെ ഇതായിരിക്കും, മറ്റേതായിരിക്കും. കഥ അവൻ തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് കഥ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കഥ പറയുന്ന ആൾക്കാർ ഞെട്ടിക്കുക എന്നുള്ളതാണ് ഈ ക്രൈം സ്റ്റോറിക്ക് വേണ്ടത്. ആ ട്വിസ്റ്റ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. അതാണ് ഇപ്പൊ ലാസ്റ്റ് ആരാന്നറിയാനുള്ള ഒരു ആങ്സൈറ്റി പറഞ്ഞു. പിന്നെ ഇങ്ങനെ മുൻവിധികൾ വെച്ചിട്ട് നമ്മൾ ഇതായിരിക്കാം കഥ. ആ ഒരു പണ്ടത്തെ സിനിമകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഇങ്ങനത്തെ ക്രൈം ത്രില്ലറുകൾ വരികയാണെങ്കിൽ ആദ്യം ഒരു ക്രൈം നടക്കുന്നു, പിന്നെ നമുക്ക് സംശയിക്കാൻ വേണ്ടി, അതായത് ഓഡിയൻസിന് സംശയിക്കാൻ വേണ്ടി ഒരാളെ ഇട്ട് കൊടുക്കുന്നു, വേറൊരാൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതായത് കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നു, അതിൽ വിടുന്ന ഒരാളായിരിക്കും ലാസ്റ്റ് പ്രതിയായിട്ട് വരിക. ഇങ്ങനെ ഒരു പാറ്റേൺ സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ കാലങ്ങൾക്ക് ഇപ്പുറം അതിന് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ അന്വേഷിപ്പിൻ കണ്ടെത്തുകയാണെങ്കിലും ഒരുപാട് ഈയിടെ ഇറങ്ങിയ സിനിമകളാണെങ്കിലും അങ്ങനെ നോക്കി കാണുമ്പോൾ അതിനെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ സിനിമയ്ക്കുള്ള ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു സിനിമയാണ്, ഒരു സിനിമ മാത്രമല്ല, ഒരുപാട് സിനിമകളുടെ സ്വഭാവം ഉണ്ടായിരുന്നത്. നമുക്ക് ഒരു കഥയല്ല, ഒരുപാട് കഥകളുണ്ട്. കാരണം ഒരു പോലീസ് ഓഫീസറുടെ ജീവിതത്തിലെ, കാരണം ആ പോലീസ് ഓഫീസർ ഒരു ദിവസം ഒരു കേസിന്റെ പുറകെ പോയി അതിനൊരു സൊല്യൂഷൻ ഉണ്ടായ അത് കഴിഞ്ഞാൽ അടുത്ത കേസ് വരാം, അതിനടുത്ത കേസ് വരാം, ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് കേസസ് ഉണ്ടാവും എപ്പോഴും. ഒരു പോലീസ് ഒരു SI-യുടെയും സർക്കിൾ ഇൻസ്പെക്ടറുടെയും ഒക്കെ ജീവിതത്തിൽ അന്വേഷിക്കാനുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ അങ്ങനെ പല സാധനങ്ങളും വരും, പല കേസുകളും വരും. ആ ഒരു അർത്ഥത്തിൽ ഈ സിനിമയ്ക്ക് ഭയങ്കര ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, മുമ്പെപ്പോഴും നമ്മൾ ആലോചിക്കുന്ന എന്താണ്, നേരത്തെ ഇപ്പം പ്രേമത പറഞ്ഞതുപോലെ ഒരു ഇൻസിഡന്റ് നടന്നു, ആ ഇൻസിഡന്റിന്റെ കാര്യങ്ങൾ നടന്നു, അതിനനുസരിച്ച് അതിനെ അന്വേഷിച്ചു, കണ്ടെത്തി, സൊല്യൂഷൻ കണ്ടെത്തി, തീർന്നു. ഇതല്ല അതിന്റെ ആ കഥയിൽ ഒരുപാട് ട്വിസ്റ്റസ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഇതല്ല, ഇതൊരു കഥ. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളുടെ ലൈഫിൽ കാണുന്ന, അയാൾ അന്വേഷിച്ചു പോകുന്ന ഒരു ഇൻസിഡന്റ്, ആ ഇൻസിഡന്റിൽ നിന്നും അത് ഉണ്ടാക്കുന്ന കോൺസിക്വൻസസ് ഉണ്ട്. ആ കോൺസിക്വൻസിൽ നിന്ന് വേറെ സ്ഥലത്തേക്കാണ് അയാൾ മാറുന്നത്. അപ്പൊ ഈ പറയുന്ന വിധത്തിലുള്ള അത് അയാളുടെ ജീവിതമാണ്. അവിടെയാണ് ടൊവിനോ എന്ന ആക്ടർ എനിക്ക് ഭയങ്കര രസം തോന്നുന്നത്. ഒരിടത്ത് അയാൾ വളരെയധികം ഭയങ്കര വൈബ്രന്റ് ആയിട്ട് നിന്നുകൊണ്ട് ഇത് കണ്ടെത്തണം, ഇത് അറിയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വല്ലാത്ത ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ഒരുപാട് സ്ട്രഗിൾസും ഒബ്സ്റ്റക്കിൾസും ഉണ്ടാവുന്നുണ്ട്. അതിനെ അയാൾ ഓവർകം ചെയ്ത് എത്തുന്നുണ്ട്. ആ എത്തുന്നതിനകത്താണ് അത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. അതുണ്ടാക്കുന്ന അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ തകർച്ചയുണ്ട്. അവിടെ നിന്ന് വീണ്ടും അയാൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വേണോ വേണ്ടയോ എന്ന് പറയുന്നൊരു കൺഫ്യൂസ്ഡ് മൈൻഡോട് കൂടിയാണ് ഈ മൈൻഡ് ഇങ്ങനെ. അപ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ പോകുന്ന വഴികളിൽ ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട്. ആ സ്ട്രെയിനിനെ മുഴുവൻ അയാൾ അനുഭവിക്കുന്നുണ്ട്. അത് ഓഡിയന് കിട്ടണം. ആ ഓഡിയന് കൊടുക്കാൻ അയാൾ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ സിനിമയിൽ കാണുന്നത്. അപ്പം അത് രണ്ട് പേരുടെ സപ്പോർട്ടാണ് അതിനകത്ത് നിന്നത്. അതിൻ്റെ സ്ക്രീൻ പ്ലേ റൈറ്ററായ ജീനോ എബ്രഹാമും അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡാരനും, ഈ രണ്ട് കക്ഷികളും ഇയാളെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ അവർ കൊണ്ടുപോകുന്ന ഒരു വഴിയിൽ കൃത്യമായിട്ട് ഈ മനുഷ്യൻ്റെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടൊരു ചേഞ്ചായി മാറുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു മെറിറ്റ് എന്ന് ഞാൻ കാണുന്നത്. ഇനി മധുപാൽ എന്ന വ്യക്തിയിലേക്ക് വരുമ്പോൾ ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. വായന അത് എന്ന് മുതലാണ് തുടങ്ങുന്നത്? സ്കൂൾ കാലം മുതലേ തുടങ്ങുന്നുണ്ട്. സ്കൂൾ കാലം മുതലേ ഞാൻ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. വായിക്കുന്നുണ്ട്. എല്ലാ ലാംഗ്വേജും
എല്ലാ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 2 ലാംഗ്വേജ് ഉള്ളൂ. ഒന്ന് മലയാളം, ഒന്ന് ഇംഗ്ലീഷും. വേറെ ലാംഗ്വേജിലൊന്നും വായിക്കാറില്ല. വേറെ ലാംഗ്വേജ് എനിക്ക് അറിയില്ല. ഓക്കെ. അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആണ് സിനിമ. ഇപ്പൊ എല്ലാ സിനിമയും കാണുന്ന സിനിമ ഞാൻ എല്ലാ സിനിമയും കാണും. അതിന് ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും ഉണ്ടല്ലോ. അതിനകത്തൊരു ഗുണമുള്ളൊക്കെ ഈ ഇമോഷൻസ് ആണ്. നമ്മൾ ഒരാള് ബിഹേവ് ചെയ്യുന്നത് അയാളുടെ ആക്ടിങ് കൊണ്ട്, അയാളുടെ വേ ഓഫ് പ്രസന്റേഷൻ കൊണ്ട്, അയാളുടെ ആ കഥയുടെ നരേഷൻ കൊണ്ട് നമുക്കത് മനസ്സിലാവുന്നതാണ്. പിന്നെ അൾട്ടിമേറ്റ്ലി അതിന്റെ സബ് ടൈറ്റിൽസും കൂടെ ഉണ്ടാവുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത്, മുമ്പത്തെ കാലത്ത് നമ്മൾ ഇത് സബ്ജക്റ്റ് മാത്രം അതിന്റെ കഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നുള്ള. പക്ഷെ അവരുടെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല കേട്ടോ. അത് ആ സിനിമകളിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. അത് വേറെ ഒന്നും ഉണ്ടല്ല. വേറെ ഭാഷകളിലുള്ള ചില 2 കക്ഷികൾ എന്നൊക്കെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സിനിമ കണ്ടു. ഞാൻ ഏത് സിനിമ? രാവണ തോന്നുന്നു.